കയ്യിലൊതുങ്ങാത്തേനെ ഇപ്പൊ ഇവിടെ കണ്ട്. ഇതാണ് കണ്ണ. നിങ്ങള് കുടിക്കാണോ താത്തിയാണോ? ആള് കുടിക്കാണ് പോയിട്ട് കണ്ണനെ കണ്ട് വേറെ ആള് പിടിക്കരുതെന്നുള്ള ഇതില് അത് കിട്ടിക്കോട്ടെ, അത് കിട്ടിയിട്ട് പോയാൽ മതി. കിട്ടി ബിലാല് ഒരു 1.5 കിലോ ഉണ്ടെന്ന് അടക്ക് അതറാ പൈസ അവിടെ തട്ടിയതാണ്. നോക്കട്ടെ, പിടിച്ചാണ്ട് കയ്യില് കേറിയാ കേറി കേറി. വളർത്താൻ പാടില്ല എന്നൊക്കെ പറയണ വംശനാശ ഭീഷണിയല്ല, മറ്റുള്ള ജീവജാലങ്ങൾക്ക് ഭയങ്കരമായ അപകടം. ഈ റെഡാണ് അതിന്റെ അടയാളം. അത് കണ്ട, ഈ തലന്റെ സൈഡിൽ റെഡ് ഉണ്ടാവും. തലന്റെ സൈഡിലുള്ള റെഡ് കളറാണ് അതിന്റെ അടയാളം. അപ്പൊ അതിന്റെ പേരിൽ തന്നെ ഇംഗ്ലീഷിൽ ഈ ഇത് പറയുന്നുണ്ട്. വശമായിട്ടല്ല, ഭയങ്കര ജീവജാലങ്ങൾക്ക് ഭീഷണിയാണിത്. കടിച്ചാ പുടിയിട്ടില്ല, കടിക്കുന്നുണ്ട്. ചണ്ടിക്കോട്ടുണ്ടാ നാടൻ സാധനം സിദ്ധിയാക്ക. മഞ്ഞ മഞ്ഞ മറ്റാളുണ്ട്. കയ്യിലൊതുങ്ങാത്തേനെ ഇപ്പൊ ഇവിടെ കണ്ട്. ഒതുക്ക് സിദ്ധിയാക്ക, ഒതുക്ക് ഒതുക്ക്. ഒതുങ്ങൂല. നോക്കട്ടെ, ഇതാണ് കണ്ണ. കയ്യിലൊതുങ്ങാത്ത സാധനട്ടാ. അടുത്തത് സെറ്റ് സാധനം. നല്ല പിടുത്തം പിടിച്ചിട്ടാ, ഒതുങ്ങൂല. ഇതാണ് ഇതിയൊക്കെ തന്നെ അല്ലേ? ഒതുക്കി ഇപ്പൊ കിട്ടിയതായിട്ട് ഈ ഒരു അരിയൊന്ന് ഫോട്ടോ പിടിച്ചാൽ ഇതല്ല അതല്ല ഇങ്ങനല്ല. വല പോഞ്ച കാണാത്ത കടുവൊന്നും എത്തിയെന്നേ. പോവാനല്ല ബസ്സിലായിട്ട് ആദ്യം കൊള്ളാൻ. എവിടെ സാധനം?
വസ്ത്രമില്ലല്ലോ നല്ല തല്ലുണ്ടാവും അങ്ങനെ സമാധാനം ശരിട്ടാ ഒന്നതവിടെ കേറിയില്ല അലയില് കേറിയിട്ടുണ്ട് നല്ല പിടുത്തം പിടിച്ച അതല്ല ഒയ്യും അതൊക്കെയാ കിട്ടിയിട്ടാ ഈ വാങ്ങി വേറെടാണ്ട് നോക്കാതെ പോയാൽ എങ്ങനെ ഉണ്ടാവും മോശം കാണാൻ എന്താ ചുരുക്കി കേറിയപ്പോഴും 4 വലുത് കണ്ട് അല്ലേ ആ മൂന്നൊക്കെ മൂന്നെണ്ണം പിടിച്ച് ചോദിച്ചോക്കാം മൂന്നെണ്ണം ഒരുമിച്ച് ഒരിക്കൽ അതാ കയറി തന്നെ ചെറുതാ എന്തെങ്കിലും കജ്ജി വലിച്ചേ കണ്ണനല്ലേ വലുതാണല്ലേ അത് വലുതാണ് അത് വേറെ വലുതിനാണ് കജ്ജി വെച്ചേ അതിനുണ്ട് വില കയറ്റിയില്ലേ ചെറുതിന് കിട്ടിയപ്പോഴേ ചാക്കോടെ സിദ്ധിയാക്കാന്റെ കാലിലോട്ടിലെ ഒരു ഇളക്കം കണ്ട പോലെ വളർന്നു കുടിച്ചോണ്ടിരിക്കണ എന്താ ഭാഗത്തിന് ആണ്ട് ചാടാൻ നിൽക്കായിരുന്നു അത് മറ്റേതാ ഏത് കടുവാണ് വിട്ടത് ഇല്ല അതിനെ കിട്ടിയിട്ടില്ല പിടിച്ച് കടു നല്ല തട്ടലായിരുന്നു ആ പുറത്തൊക്കെ പോണോ ഞാൻ അങ്ങോട്ട് കിട്ടിയത് ഓരോണ്ട് കിട്ടി ആ ഉരുളന് വലല്ലേ ആ വിസിൽ പിടിച്ചു അത് പിടിച്ചു ചോന കണ്ണ ചാടി
അതാണ് ചോപ്പ്. അല്ലല്ല ഇത് കുറച്ച് നാടൻ മഞ്ഞ കളറ് നാട്ടൻ കണ്ണാട്ടാ. അല്ലല്ല അതന്നെയാണ് അത് മുന്നോട്ട് അപ്പൊ നമ്മളെ സുഹൃത്തുക്കളെ മീൻപിടുത്തം കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കിട്ടിയുള്ള മീനുകൾ കാര്യങ്ങളൊക്കെ കാണാൻ എത്രത്തോളം മീൻ കിട്ടിയെന്നൊക്കെ നോക്കാം. അപ്പൊ ഇവിടെ കാണുന്ന ഈ 2 ഡ്രമ്മുകളിലായിട്ടാണ് വരാല്, അനാബസ്, അതുപോലെ കടു ഒക്കെ നമ്മൾ ഈ 2 ഡ്രമ്മുകളിലായിട്ടാണ് ആക്കിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും ഇതിലുള്ള വെള്ളം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നുണ്ട് നമ്മളെ സുഹൃത്തുക്കൾ. ഈ ഡ്രമ്മ് ഇവിടെ നിന്ന് വീട്ടിലോട്ട് കൊണ്ടുപോകണം. അപ്പൊ അവിടെ ഇട്ടിട്ടാവും നമ്മളിത് കാണിക്കുക. കംപ്ലീറ്റ് മീൻ ചെരിഞ്ഞ് തന്നെ നമ്മൾ കാണിക്കൂട്ട. അപ്പൊ അതിനിടയിൽ നമ്മളെ സുഹൃത്തുക്കൾ പിടിച്ച മീനുകളൊക്കെ കയ്യിലെടുത്ത് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാം. അപ്പൊ എന്തായാലും ഇത് വീട്ടിലോട്ട് കൊണ്ടുപോയി അവിടെ ഈ ഒരു കൊട്ടത്തളത്തിലോട്ട് ചെരിയാണ് കേട്ടോ. ഒരു ഡ്രമ്മിലുള്ളത് ഇത് ഇവിടെ ചെരിഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാം എത്രത്തോളം മീൻ ഇതില് നല്ല സൈസുള്ള വരാലുകളൊക്കെയാണ്. അപ്പൊ എന്തായാലും മറ്റേത് കൂടി നമുക്ക് ചെരിഞ്ഞ് കാണാം. എല്ലാം കൂടി ടോട്ടൽ എത്ര കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ചോദിച്ചു നോക്കട്ടെ നമ്മളെ സിദ്ദിഖാനോട്. ഇത് കൂടാതെ ഇവിടെ ഈ ഒരു ഡ്രമ്മുണ്ട് കേട്ടോ. അടുത്ത ട്രിപ്പ് ചെരിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കുടം ഫുള്ള് ചെരിഞ്ഞിട്ടാ. സിദ്ദിഖ മീനൊക്കെ എങ്ങനെ കിട്ടി? ഒന്നും പ്രതീക്ഷിക്കാതെ ഇറങ്ങിയ ഒരു കിൻഡലിന്റെ മേലെ മീനുണ്ടല്ലേ? ഒക്കെ വലുത് തന്നെ.